വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിന് പറ്റിയൊരു തോരൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ തോരന ഉപ്പേരി എന്നാണ് പറയാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരി തന്നെയാണ് കേട്ടോ അത്. ചോറിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പി കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യമായിട്ട് ഇതിന് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളതൊരു 1/2 കിലോ സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തലപ്പിലൊരു ഫ്ലവർ പോലെ ഉണ്ടാവില്ല, ഒരു പൂ കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ. അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് മാറ്റാം. നമ്മൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പരിപ്പ് നന്നായിട്ട് നല്ല വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് പരിപ്പ് വേകാനായിട്ട് ഒഴിച്ച് കൊടുത്തത്. അതും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ ഒത്തിരി നന്നായി സ്മാഷ് ആക്കിയിട്ട് പരിപ്പ് വേവിക്കരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കടലപ്പരിപ്പ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരുപാട് സ്മാഷ് ആക്കാതെ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ, 1/2 കിലോ സ്പ്രിംഗ് ഓണിയൻ ആയിരുന്നല്ലോ, അത് ചെറുതാക്കി കട്ട് ചെയ്തതായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് അത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർക്കാം. പിന്നീട് പച്ചമുളക് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളക് 2 എണ്ണം എടുത്തത്, അതിങ്ങനെ നീളത്തിലാണ് കീറിയെടുത്തത് കേട്ടോ. നിങ്ങൾക്കത് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതോടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാൻ എടുത്തപ്പോൾ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളിതിന് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട. നമുക്കിത് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, നമ്മുടെ സ്പ്രിംഗ് ഓണിയനും പരിപ്പൊക്കെ പാകത്തിന് വെന്തിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടായിട്ട് വരുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് അതുപോലെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവാള ആണെങ്കിലും അത് ചേർത്ത് കൊടുക്കുക. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നീട് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമല്ലോ, ആ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നീട് നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഈ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ ഇടുന്ന സമയത്ത് അതുകൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. തേങ്ങ അതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിനി സ്പ്രിംഗ് ഓണിയൻ്റെയും കടലപ്പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് അതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. നമുക്കിനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇനി ചേർക്കാനില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിത് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സായിട്ട് വരാനായിട്ടാണ് കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു കേട്ടോ. എന്നിട്ടാണ് ഗ്യാസ് ഓഫ് ആക്കിയത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് തോരൻ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് 1-2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. നമുക്ക് നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.